ഇവന് ഭ്രാന്ത് ഉണ്ടായിരുന്നു എന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തെളിവെന്ന് ചോദിച്ചു. 7ാമത്തെ ക്ലാസ്സിൽ ഇയാൾ പഠിക്കുന്ന കാലത്ത് മുതൽ മാനസിക രോഗത്തിന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എൻ്റെ കടലാസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചത് എന്നാൽ സഭയിൽ നിന്ന് അനൾമെന്റിന് ശ്രമിച്ചുകൂടെ? ഞാനിത് പറഞ്ഞപ്പോൾ ആ പെണ്ണങ്ങോട്ട് ചാടി എഴുന്നേറ്റ് എന്നെ അടിച്ചില്ലെന്ന് മാത്രം. ഇങ്ങനെ ഇരുന്ന് പെൺകുട്ടി സിംഹത്തെ പോലെ അങ്ങ് ചാടാൻ നോക്കി. അച്ഛൻ എന്തായി പറഞ്ഞെന്ന് ചോദിച്ചത്. അച്ഛൻ എന്തായി പറയുന്നത്? എൻ്റെ കർത്താവ് വിവാഹമെന്ന കൂദാശ വഴി എന്നെ ഏൽപ്പിച്ച ഇയാൾ ഉപേക്ഷിക്കാനോ? ഇത് പറയുമ്പോൾ മേലെ വിവാഹത്തെ ഇവരുടെ ദൈവശാസ്ത്രമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവളെ എന്നെ പഠിപ്പിച്ച ശരിക്കും ഇവള് പറഞ്ഞതാ, അച്ഛോ ഭർത്താവിൽ നിന്ന് എനിക്ക് യാതൊരു ആനുകൂല്യവുമില്ല, വേണ്ട, എനിക്ക് ആവശ്യമില്ല. എന്നെ കർത്താവ് ഭരമേൽപ്പിച്ചൊരു ദൗത്യം എന്നറിയാവോ? ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ സ്നേഹിക്കുക. ഞാൻ മരിച്ചാലും ചിന്തിക്കുക പോലുമില്ല ഇയാളെ ഒഴിവാക്കാൻ. നമ്മളൊരു വിശുദ്ധയായിട്ട് നമുക്ക് പ്രഖ്യാപിച്ചാൽ എന്താ പറഞ്ഞ തന്നെ അല്ലേ? അല്ലേ നിങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞാൽ എല്ലാവരും പോകുമല്ലോ, നമ്മൾ പിന്നെ അത് ശ്രദ്ധിക്കാൻ പോകണ്ട. ധ്യാനം കഴിഞ്ഞു 25 കൊല്ലത്തിന് ശേഷം ഇവളുടെ ചേച്ചിയുടെ ഇടവക, ഞാനിരുന്ന ഇടവക, അവിടെ ഞങ്ങൾ പണ്ടൊരു ബൈബിൾ കൺവെൻഷൻ ആയിരുന്നു. 25ാമത്തെ വാർഷികം ആയതുകൊണ്ട് ആ പ്രാവശ്യം 24 കൊല്ലമായപ്പോൾ ആ കൺവെൻഷൻ നയിക്കാൻ എന്നെ വിളിച്ചു. ഞാനവിടെ ചെന്നപ്പോൾ ഇവിടെ ചേച്ചി അവിടെ പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് വളണ്ടിയറായിട്ട് ഓടി നടപ്പുണ്ട് കൺവെൻഷൻ. ഞാൻ വിളിച്ചു, വത്സനാണ് അവരുടെ പേര്. നിന്റെ അനിയത്തി ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, അവൾ പറഞ്ഞ കേട്ട് വിശ്വസിക്കുക. അവൾ പറയാണ്, അച്ഛാ അവർക്കിപ്പോൾ 4 മക്കളുണ്ട്, അവൻ്റെ ഭ്രാന്ത് മാറി, ഒരു കുഞ്ഞുണ്ടായാൽ ഭ്രാന്തുണ്ടാകും, 4 മക്കൾ മിൺമിടുക്കന്മാരായിട്ട് പോകുന്നു. എന്നിട്ട് അവൾ പറയാ, എൻ്റെ കുടുംബത്തെക്കാളും മനോഹരമായിട്ട് അത് ജീവിക്കുന്നു. ആ ഭാര്യയുടെ ക്ഷമാപൂർണമായ കാത്തിരിപ്പ് കർത്താവ് ബഹുമാനിക്കുന്നുണ്ടോ? കർത്താവ് നമ്മൾ സ്നേഹത്തിൽ നിന്ന് മാറിയ കർത്താവിന്റെ ചങ്കിട്ട വരും. തിരുപ്പട്ടം വിവാഹവും മറ്റുള്ളവർ രക്ഷയെ മുൻനിർത്തിയുള്ളതാണ്. ഈ പറയുന്നത് കേട്ടോളേ, വ്യക്തിപരമായ രക്ഷയ്ക്ക് കൂടി അവ ഉതകുന്നുവെങ്കിൽ, വ്യക്തിപരമായ രക്ഷയ്ക്ക് വേണ്ടി കൂടി അവ ഉതകുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയിലൂടെയാണത് സാധ്യമാകുന്നത്. തീർച്ചയായിട്ടും ഒരു ഭാര്യയും ഭർത്താവും ക്രിസ്തീയമായി ജീവിക്കുമ്പോൾ വ്യക്തിപരമായ രക്ഷ സാധ്യമാകുന്നുണ്ട്. പക്ഷേ സഭ പഠിപ്പിക്കുന്നത് അത് നേരിട്ടല്ല. കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മൂലം, പരിഹാരം മൂലം, പ്രാർത്ഥന മൂലമാണ് വ്യക്തിപരമായ രക്ഷ സാധ്യമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഭാര്യ അപകടത്തിലാണെന്നർത്ഥം. ഭാര്യ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഭർത്താവിന് സ്ഥിതി അപകടത്തിലാണ്. മക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നില്ലെങ്കിൽ വളരെ പ്രതിസന്ധിയിലാകും. ഏതെങ്കിലും കാരണം ഡൈവേഴ്സിനുള്ള വകുപ്പ് കൊണ്ടെന്ന് അന്വേഷിക്കാൻ കർത്താവ് ഫ്ലാറ്റായി ഡിനൈ ചെയ്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ, ഏതാത് ഉൽപ്പത്തി 1:28 ഇപ്പൊ വായിച്ചതാ. സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരു ഇറ്റേണൽ പ്രഖ്യാപന കർത്താവിന്റെ ആകാശഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ആജ്ഞയാണിത്, ദൈവിക ആജ്ഞയാണിത്. ആകാശം ഉണ്ടാകട്ടെ എന്ന് ആജ്ഞാപിച്ച ആകാശം ഉണ്ടായി, ഭൂമി ഉണ്ടാകട്ടെ ആജ്ഞ ഭൂമി ഉണ്ടായി, കടൽ ഉണ്ടാകട്ടെ കടൽ ഉണ്ടായി, സൂര്യൻ ഉണ്ടായി. അതുപോലെ ആജ്ഞാവചനമാണ്, ദൈവം യോജിപ്പിച്ചതാണിത്.
പരിശുദ്ധ വിവാഹ കൂദാശ സ്വീകരിച്ച് സഭയിൽ സുദൃഢമായ ശുശ്രൂഷ ചെയ്യുന്നവരാണ് വിവാഹിതർ. തിരുപ്പട്ട കൂദാശ സ്വീകരിച്ച് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ പോലെ തന്നെ പരിശുദ്ധ വിവാഹ കൂദാശ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുന്നവരാണ് വിവാഹിതർ എന്ന സത്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മളിന്ന് കുടുംബജീവിതത്തെപ്പറ്റി ധ്യാനിക്കുന്നത്. ഇപ്പം ഞങ്ങൾ പുരോഹിതന്മാർ എല്ലാ വർഷവും വാർഷിക ധ്യാനമുണ്ട് ഞങ്ങൾക്ക്. അത് കാനൻ ലോ അനുസരിച്ച് തന്നെ വേണം. അതിൽ ഞങ്ങൾ ആദ്യം ധ്യാനിക്കുന്ന വിഷയം വൈദിക ദൈവവിളിയെ പറ്റിയാണ്. ഇപ്പം ഞാൻ അച്ഛനായിട്ട് 40 കൊല്ലമായി. 40 കൊല്ലം മിനിമം ധ്യാനിച്ചിട്ടുണ്ട്. ഇവിടേക്ക് സിസ്റ്റർമാരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരെയും വിളി എന്താണെന്ന് വ്യക്തതയോടെ അറിഞ്ഞ് ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. വിൻസെൻ്റ് ഇപ്പോൾ പുണ്യാളം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന് അവൻ തന്നെ അവന് വേണ്ടി സൃഷ്ടിക്കുന്ന വഴിയാണ്. അതിലെ എത്ര വേഗത്തിൽ കിതച്ചോടിയാൽ ലക്ഷ്യത്തിലെത്താൻ പോകുന്നില്ല. എന്നാൽ അവന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വഴിയുണ്ട്, അതിലൂടെ പതുക്കെ പോയാൽ പോലും ലക്ഷ്യത്തിലെത്തും. ഇപ്പം എന്നെ സംബന്ധിച്ച്, അല്ല ഇവിടെയുള്ള വൈദികരെ സംബന്ധിച്ച്, സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സമർപ്പണ ജീവിതം നമ്മൾ സാധാരണ പറയുന്നത് വിവാഹജീവിതം സമർപ്പണ ജീവിതമാണ് ഒരു പ്രത്യേക വിളി. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും വിവാഹം എന്ന തിരുപ്പട്ടം പോലെ തന്നെ ഒരു കൂദാശയാണ്. തിരുപ്പട്ടത്തേക്കാൾ കുറഞ്ഞൊരു കൂദാശയല്ലത്. ആ പരിശുദ്ധ കൂദാശ സ്വീകരിച്ച് ദൈവത്താൽ നിയുക്തരായവരാണ് നിങ്ങൾ. പക്ഷെ പലപ്പോഴും വിവാഹ ജീവിതത്തിൻ്റെ ശരിയായ അർത്ഥം പലരും ഗ്രഹിക്കുന്നില്ല. അച്ഛനും കന്യാസിയാകാത്ത കെട്ടിക്കോ, അച്ഛനാകാലം കന്യാസിയാകാത്ത പോരെല്ലാം കല്യാണം കഴിച്ചോ എന്ന മട്ടിൽ അതൊരു പൊതുപരിപാടിയായിട്ട് കൂട്ടിയിരിക്കുകയാണ്. പൊതുപരിപാടിയല്ല അത്. ഇറ്റ്സ് എ സ്പെഷ്യൽ, വെരി സ്പെഷ്യൽ കോൾ ആൻഡ് എ കമ്മിറ്റ്മെൻറ്റ്. അപ്പം അതുകൊണ്ട് അതേപ്പറ്റി നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് കാര്യമില്ല, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇതെല്ലാം കർത്താവ് വെളിപ്പെടുത്തരുന്നത്. ഒന്നാമതായിട്ട് കർത്താവ് പറയുന്നത് ഇതാണ്, നമ്മൾ അറിയണം, കുടുംബജീവിതം ദൈവത്താൽ നേരിട്ട് സ്ഥാപിതമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണല്ലോ. ആദ്യത്തെ പുസ്തകം തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്? ദൈവം കുടുംബം സ്ഥാപിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അല്ലേ? അവസാനത്തെ പുസ്തകം ഏതാ? വെളിപാടിൻ്റെ പുസ്തകം. അത് അവസാനിക്കുക എങ്ങനെയാ? കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ വിവാഹത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നു, വിവാഹത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നു. അപ്പോൾ വിവാഹം എത്ര പ്രധാനപ്പെട്ടതാണ് ദൈവിക വെളിപാടിൽ എന്ന് വ്യക്തമായി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 1-ാം അധ്യായം 28-ാം വാക്യം. വിവാഹം ദൈവം സ്ഥാപിച്ചു എന്നതിൻ്റെ ബിബ്ലിക്കൽ പ്രൂഫാണത്. ദൈവം അവരെ ഇങ്ങനെ അവരെന്ന് പറഞ്ഞ ആദ്യത്തെ യൗവായും അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. വിവാഹം മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, ദൈവം നേരിട്ട് സ്ഥാപിച്ച ദൈവിക സംവിധാനമാണ്. ഇനി നമ്മൾ വീണ്ടും കാണുന്നത് വിവാഹത്തിലെ പാർട്ട്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ദൈവം, യോജിപ്പിക്കുന്നതും ദൈവം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ നാലാം വാക്യം. പശ്ചാത്തലം നിങ്ങൾക്കറിയാം, എല്ലാ കല്യാണ ആഘോഷത്തിനും വായിക്കാറുള്ള ഭാഗമാണിത്. ഫരീസയർ കർത്താവിനെ സമീപിച്ചുകൊണ്ട് ഏതെങ്കിലും കാരണത്താൽ ഡൈവോഴ്സ് സാധ്യതയുണ്ടെന്ന് അന്വേഷിക്കുകയാണ്. ഏതെങ്കിലും കാരണം ഡൈവോഴ്സിനുള്ള വകുപ്പ് ഉണ്ടെന്ന് അന്വേഷിക്കുകയാണ്. കർത്താവ് ഫ്ലാറ്റായി ഡിനൈ ചെയ്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ, അത് ഉൽപ്പത്തി 1:28 ഇപ്പോൾ വായിച്ചതാ. സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും
ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളിച്ചെയ്തു. നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരു ഇറ്റേണൽ പ്രഖ്യാപനം, കർത്താവിൻ്റെ ആകാശഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ആജ്ഞയാണിത്, ദൈവിക ആജ്ഞയാണിത്. ആകാശം ഉണ്ടാകട്ടെ എന്ന് ആജ്ഞാപിച്ച ആകാശം ഉണ്ടായി, ഭൂമി ഉണ്ടാകട്ടെ ആജ്ഞ ഭൂമി ഉണ്ടായി, കടലുണ്ടാകട്ടെ കടലുണ്ടായി, സൂര്യൻ ഉണ്ടായി. അതുപോലെ ആജ്ഞാവചനമാണ്, ദൈവം യോജിപ്പിച്ചതാണിത്. മൂന്നാമത്തെ പ്രബോധനം, യേശു ക്രിസ്തു ആശീർവദിച്ച് അഭിഷേകം ചെയ്ത ജീവിതമാണിത്. അതിൻ്റെ ബിബ്ലിക്കൽ പ്രൂഫാണ് കാനായിലെ കല്യാണം, നിങ്ങൾക്കറിയാവുന്ന അല്ലേ? ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ആ കല്യാണാഘോഷത്തിൽ മാതാവിടെ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഒരു ബന്ധുവായതുകൊണ്ട് സാധാരണ റിലേറ്റീവ്സ് വന്ന പോലെ മാതാവ് വന്നു. എന്നാൽ ഈശോയെ പറ്റി പറയുന്നത് അങ്ങനെയല്ല. ഈശോ അവിടെ ഉണ്ടായിരുന്നില്ല, ഈശോ ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്തിനാ അത്? ഇപ്പം നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് നിങ്ങളെ ബിഷപ്പിനെ ക്ഷണിക്കുന്നു ആശീർവദിക്കാൻ. അവിടെ വീഞ്ഞു തീർന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ ആ ഭാര്യ ഭർത്താക്കന്മാരാകാനുള്ളവരെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വന്ന് ആശീർവദിച്ചു. ഇതെല്ലാം ഒന്നും എൻ്റെ അഭിപ്രായമല്ല, ഇതെല്ലാം സഭ പഠിപ്പിക്കുന്നതാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കുക. അതേപറ്റി കത്തോലിക്ക തിരുസഭയുടെ മതബോധഗ്രന്ഥം 1660 സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗാഢമായ ഐക്യം ഉളവാക്കുന്ന വിവാഹ ഉടമ്പടി സ്രഷ്ടാവ് സ്ഥാപിച്ചിട്ടുള്ളതും പ്രത്യേക നിയമങ്ങളാൽ ഉറപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മാമോദിസ സ്വീകരിച്ചവർ തമ്മിലുള്ള വിവാഹത്തെ കർത്താവായ ക്രിസ്തു ഒരു കൂദാശയുടെ പദവിയിലേക്ക് ഉയർത്തുകയുമുണ്ടായി. ദൈവം സ്ഥാപിച്ചത് മിശിഹ ഒരു കൂദാശയുടെ പദവിയിലേക്ക് ഉയർത്തി, പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തി. നമ്മൾ പറയാറില്ല, പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തി. വിവാഹിതരെ ഒരു കൂദാശ ജീവിതത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തി. ഇറ്റ്സ് എ സാക്രമെന്റൽ ലൈഫ്. ആസ് പ്രീസ്റ്റ്ഹുഡ് ഈസ് എ സാക്രമെന്റൽ ലൈഫ്, മാരേജ് ഈസ് ഓൾസോ എ സാക്രമെന്റൽ ലൈഫ്. എന്താണ് എൻ്റെ അർത്ഥം? എന്താണ് ഈ കൂദാശ എന്ന് പറയുന്നത്? ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ മുങ്ങിയ ഒരു ജീവിതമാണ്. ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ മുങ്ങിയ ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് ഈ കൂദാശ ക്രിസ്തുവിൻ്റെ രക്ഷാകരസം ബന്ധപ്പെട്ട കാര്യം. ഇതെല്ലാം വിവരിക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യു ഹാവ് ടു റെസ്പെക്ട് യുവർ ഫാമിലി ലൈഫ്. ഇനി നാലാമത്തെ പ്രബോധനം എനിക്ക് പറയാൻ തോന്നിയത് ഇങ്ങനെയാണ്. വിവാഹ ജീവിതം നമ്മുടെ കർത്താവിൻ്റെ മണവാട്ടിയായ സഭയോട് ബന്ധപ്പെട്ട രഹസ്യമാണ്. എന്താ ഞാൻ പറഞ്ഞത്? പരിശുദ്ധ വിവാഹ ജീവിതം നമ്മുടെ കർത്താവ് മണവാളനാണ്. കർത്താവിൻ്റെ മണവാട്ടിയായ സഭയോട് ബന്ധപ്പെട്ട രഹസ്യമാണ്. എഫെസോസുകാർക്കുള്ള ലേഖനത്തിൽ, കല്യാണത്തിന് സാധാരണ വായിക്കുന്ന ഭാഗമാണ്. എഫെസോസുകാർ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന ഭാഗത്ത് എഫെസോസ് 5-ന്റെ 31-ാമത്തെ വാക്യം, അത് വിവാഹ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളെപ്പറ്റിയെല്ലാം പരിശുദ്ധാത്മാവ നിറഞ്ഞ പൗലോസ് ഉപദേശിച്ച ശേഷം പറയുകയാണ്, therefore ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. അത് POCയുടെ ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷനിൽ ശകലം കൂടെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ആഴത്തിലാണ് പറയുന്നത്.
എഫെസോസ് 5:32. ഇതൊരു വലിയ രഹസ്യമാണെന്നാണ് നമ്മൾ വായിച്ചല്ലേ. പക്ഷേ POCയുടെ ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇതൊരു മഹത്തായ രഹസ്യമാണ്. ഇതൊരു മഹത്തായ രഹസ്യം. ഈ രഹസ്യം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് മിസ്റ്ററി എന്നാണ്. മിസ്റ്ററി, ത്രിത്വത്തിൻ്റെ രഹസ്യം, മനുഷ്യാവതാര രഹസ്യം, പരിശുദ്ധ മറിയത്തിൻ്റെ കന്യകയായിരിക്കെ പ്രസവിക്കുന്നത് ഒരു രഹസ്യം. ഈ രഹസ്യം എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് നമ്മുടെ കർത്താവ് വിശ്വസിച്ച പൂങ്കാവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചോര വീർത്തുന്ന ഒന്നാം രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദൈവം രഹസ്യത്തിൽ നിൽക്കുന്ന ആളാണ്. ആർക്കും വെളിപ്പെടാതെ നിൽക്കുന്ന, ഒരു മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു ഉയർന്ന സ്ഥിതിയിൽ നിൽക്കുന്ന ആളാണ് ദൈവം. വിവാഹത്തെ പൗലോസ്യ വിശദീകരിക്കുന്നത് ഇറ്റ് ഈസ് എ ഡിവൈൻ മിസ്റ്ററി എന്ന് തന്നെയാണ്. അത് എടുത്തു പറയാണ്, ഇതൊരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. അപ്പം തിരുസഭ എന്ന് പറയുന്ന ദൈവിക രഹസ്യത്തിൻ്റെ ഭാഗമാണ് വിവാഹ ജീവിതം. ഇവിടെ നോക്കിയിരിക്കണേ, ഇവിടെ നോക്കിയിരിക്കും. സൂര്യകാന്തി പൂവ് എപ്പോഴും സൂര്യൻ നോക്കിയിരിക്കണം. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ പൂവിൻ്റെ പേര് മാറും. എന്താ ആൾക്കാർ വരുമ്പോൾ അങ്ങോട്ട് നോക്കി കണ്ണൊക്കെ പോയതാ. ഇനി ഇങ്ങനെ നേരെ നോക്കിയിരിക്കണം കേട്ടോ. കർത്താവിൻ്റെ വചനം പറയുമ്പോൾ അവിടെ ഉറ്റിരിക്കണം. അങ്ങോട്ടിട്ട് നോക്കിയതിൻ്റെ അർത്ഥം സംഗതി പക്ഷേക്കാന്ന അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഉണ്ണിയെ കണ്ട അറിയാം ഊരിലെ പഞ്ഞ. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമായി വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ നോക്കി അറിയാം അവരെവിടെയാണ് നിൽക്കുന്നത്. അവരുടെ സ്പിരിച്വൽ ലെവലൊക്കെ അറിയാൻ പറ്റുന്നെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ മതി. ഹല്ലേലൂയ. വലിയ രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം നോക്കേണ്ട കാര്യമുണ്ടോ? സഭയോട് ബന്ധപ്പെടുത്തിയ പൗലോസ്, അതായത് വിവാഹമെന്ന ആ മഹത്തായ ജീവിതത്തെ പറ്റി തിരുസഭയോട് ബന്ധപ്പെടുത്തി മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. തിരുസഭ ഒരു മഹാരഹസ്യം. അതേപ്പറ്റി സമയമുണ്ട് അല്പം ഞാൻ പറയുന്നു. അടുത്ത ആശയം, സ്വതന്ത്ര മനസ്സോടെ ഇരുവരും നടത്തിയൊരു കമ്മിറ്റ്മെന്റ് ആണിത്. അടുത്ത കാലത്ത് കല്യാണത്തിന് കേരളത്തിലാണ് ഒരു രണ്ട് മൂന്ന് വണ്ടി നിറച്ച ആൾക്കാർ ഓടി വന്നിരിക്കുന്നത് ധ്യാനകേന്ദ്രത്തിലേക്ക്. വലിയ പ്രശ്നം അയച്ചു എന്ന് പറഞ്ഞോണ്ടാ. വലിയ പ്രശ്നം എന്താ പറ്റിയെന്ന് ചോദിച്ചു. അത് പള്ളിയിൽ കല്യാണമൊക്കെ റെഡിയായി. അച്ഛൻ ചെറുക്കനോട് ചോദിച്ചു, പെണ്ണിനോട് ചോദിച്ചു, ഈ നിൽക്കുന്ന ഇവൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇവനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു ചോദിച്ചു. പെണ്ണ് മിണ്ടണില്ല. റിഹേഴ്സലൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ. ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് റിഹേഴ്സൽ തന്നെയാണ് ഇവിടെ. പെണ്ണ് മിണ്ടല്ലെന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഈ നിൽക്കുന്ന, നമുക്കൊരു ഉദാഹരണം പറയാം, ഈ നിൽക്കുന്ന തോമായി കെട്ടാൻ മേരി തയ്യാറാണെന്ന് ചോദിച്ചു. അവള് മിണ്ടണില്ല. പെണ്ണിൻ്റെ അപ്പനും അമ്മയ്ക്ക് അങ്ങോട്ടിട്ട് നോക്കുന്നുണ്ട്. ഈ പെണ്ണ് മിണ്ടാത്ത. ഇവിടെ നിങ്ങൾ വിചാരിക്കുക അമ്മ കയറി പറഞ്ഞു ഉവ്വ കെട്ടിക്കാൻ പറ്റുമോ? പോലീസ് കേസ് കൊടുക്കും. രണ്ടാം പ്രാവശ്യം ചോദിച്ചാൽ അവൾ മിണ്ടിയില്ല. മൂന്നാം പ്രാവശ്യം അവൾ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാ? ചിരി വരുന്നു. ആരാണ്ട് പറയും ഉട്ടോ. അച്ഛൻ വെറുതെ പറഞ്ഞു അല്ല സംഭവിച്ചാ. എന്നിട്ട് അവളെ എടുത്ത് ഓടിക്കളഞ്ഞു. പറഞ്ഞു ഭ്രാന്തിയപ്പോൾ ഓടിക്കളഞ്ഞോളൂ. ഞാൻ പള്ളി പറയുന്നില്ല, ആലപ്പുഴ ഭാഗത്തൊരു പള്ളിയാണ്. അവരവിടെ നിന്ന് ഊട്ടി വന്നിരിക്കുക. എന്ത് ചെയ്യുക വെച്ചോ? ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ, ചെയ്യാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞല്ല. അവളോടിക്കളഞ്ഞു. കണ്ടോ? അതായത് അതാണ് ഇവിടെ പറഞ്ഞത്, സ്വതന്ത്ര മനസ്സോടെ ഇരുവരും കൂടി നടത്തിയൊരു കമ്മിറ്റ്മെന്റാണ് വിവാഹ ജീവിതം. ഇന്നു മുതൽ മരണം വരെ. ഒരു വാക്ക് കണ്ടോ, മരണം വരെ അർത്ഥം ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ് ഫോർ എവർ. കുറച്ചാൾ കഴിയുമ്പോൾ ചില ചിന്തിക്കും ഇവിടെ ശരിയല്ല, ഇയാളെ ശരിയല്ല. ഇപ്പൊ സത്യസന്ധത ഇല്ലെന്നല്ല അർത്ഥം. ഈ ഡിവോഴ്സ് ചെയ്തവരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? അവരിരുന്ന കമ്പ് വെട്ടിമുറിച്ച് കളഞ്ഞു. വിശുദ്ധ ബൈബിൾ തൊട്ട് അനേകരുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തതിന് വിരുദ്ധമായി അവർ ചിന്തിക്കുന്നു.
അവർ വാസ്തവത്തിൽ ഭയങ്കര അപകടത്തിലാണ്. അവർക്ക് അവരോട് വിശ്വസ്തതയില്ല. അവരെ തന്നെ നിഷേധിക്കുന്നു, ആത്മവഞ്ചന ചെയ്യുന്നു, സ്വയം നിഷേധിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഈ പട്ടം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഷമ്മാശൻ 10, 12, 13 കൊല്ലത്തെ ഒരുക്കത്തിന് ശേഷം വിശുദ്ധ ഗ്രന്ഥം തൊട്ട് സത്യം ചെയ്യും. അതുപോലെ ഈക്വലായൊരു കമ്മിറ്റ്മെൻ്റാണ് വിവാഹിതർ. വിശുദ്ധ ഗ്രന്ഥം തൊട്ട് സത്യം ചെയ്യുകയാണ്, ഞങ്ങൾ ഇന്നു മുതൽ മരണം വരെ എന്തൊക്കെ പ്രശ്നം വന്നാലും, ദുഃഖമായാലും സന്തോഷമായാലും ദാരിദ്ര്യമായാലും സമ്പത്തുണ്ടെങ്കിലും രോഗം വന്നാലും എന്തായാലും തീർക്കില്ല, ഞങ്ങൾ എന്നേക്കുമായി സ്നേഹിച്ച് ജീവിച്ചോളാം. സിസ്റ്റർമാർ അങ്ങനെ എടുക്കണുണ്ടോ? ഉണ്ടോ? അവരുടെ കമ്മ്യൂണിറ്റി കേൾക്കെ പറഞ്ഞാൽ മതി. ഇത് ലോകം മുഴുവൻ വെട്ടി നോക്കി പറയണം, ഇടവക്കാർ മുഴുവൻ കേൾക്കെ പറയണം. നമ്മളൊരു കന്യാസ്ത്രീ ഒരച്ഛനോ അവരുടെ വിളി വിട്ട് പോയി നമ്മളെന്ത് പറയും? കന്യാസ്ത്രീ മതിൽ ചാടി. അതൊക്കെ പണ്ട് മതിൽ മഠത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ വേലിയായിരുന്നു. സിസ്റ്റർമാർക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടി മതിൽ ചാടി എന്നാ പറഞ്ഞു. ഏതാണ്ട് വലിയ അക്രമം കാണിച്ച മാതിരിയാ. അച്ഛൻ പൗരോഹിത്യം കഴിച്ച പണി തീർന്ന്. കല്യാണം കഴിച്ചവര് കമ്മിറ്റ്മെന്റ് എന്ന് മാറി ഒരു കുഴപ്പമില്ല. അതെന്ത് നീതിയാ അത്? മതിലല്ല ചാടിയ, കെട്ടിടാ ചാടിയത്. കന്യാസ്ത്രീ മതില ചാടിയോള്, നിങ്ങൾ കെട്ടിടാ ചാടുക, മൊത്തം എടുത്ത് ചാടുക. കാരണം കെട്ടിടത്തിനകത്താണ് നിങ്ങൾ താമസിക്കുന്നത്. എന്തൊരു അക്രമമാണെന്ന് നോക്കി. പിശാചിന്റെ പ്രിൻസിപ്പിൾ ആദ്യം പോലെ എന്നതായിരുന്നു? ഡിവൈഡ് ആൻഡ് റൂൾ. തമ്മി തല്ലിപ്പിരിക്കുക. പലരും തമ്മി തല്ലി പിരിഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ഒരു കുടക്കീഴിലാണെങ്കിലും ഹൃദയത്തിൽ ഒരുമയുണ്ടോന്നുള്ള പ്രശ്നം അല്ലേ? നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കുർബാനയിൽ കർത്താവോട് കരഞ്ഞതാ, കർത്താവേ ഇവിടെയുള്ള എല്ലാ വിവാഹിതരുടെയും ഹൃദയങ്ങളെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പുരോഹിതനോ സന്യാസിനിയോ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ശരിയായിട്ട്? എത്രയോ അച്ഛന്മാരുടെയും സിസ്റ്റർമാരെയും ദുർമാതൃക നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? അവർക്ക് ലോഹയുണ്ട്, സിസ്റ്ററിൻ്റെ ഉടുപ്പുണ്ട്, മഠത്തിലാണ് താമസിക്കുന്നത്, പള്ളിമേടലാണ് താമസിക്കുന്നത്, കുർബാനയിടുന്നത്. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം അവിടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയിപ്പോകും. സ്നേഹമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താൽ പോലും പ്രയോജനമില്ല. നിങ്ങൾ മാലാഖമാർ സംസാരിച്ചാൽ പ്രയോജനമില്ല. നിങ്ങൾ അത്ഭുതങ്ങൾ അടയാളം ചെയ്താൽ പ്രയോജനമില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിൽ നിറയാത്ത ഒരു വ്യക്തിയെ കൊണ്ടൊരു ഉപകാരമില്ല, നശിപ്പിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് സ്വതന്ത്ര മനസ്സോടെ ഇരുവരും നടത്തിയ കമ്മിറ്റ്മെൻ്റാണ്. ആ ഇംഗ്ലീഷ് വാക്കിനർത്ഥം കൂടുതൽ എന്നേക്കാൾ നിങ്ങൾക്കറിയാമല്ലോ. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പുറകോട്ട് പോകാൻ പാടില്ല. ഈ കത്തോലിക്ക ദർശനയുടെ മതബോധനത്തെ ഒരു വലിയ നിധിയാണ് കേട്ടോ. നിങ്ങൾ ഇല്ല ഇത് വായിക്കാൻ തുടങ്ങണം കുറേശ്ശെ. ഇവിടെ വിവാഹത്തെപ്പറ്റി പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ. 7 കൂദാശകളെ 3 ഗണമായി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് പറഞ്ഞു തരാമോ? 7 കൂദാശകളെ 3 ഗണമായി തിരിച്ചിരിക്കുകയാണ്. അതൊക്കെയാണ് ഗണങ്ങൾ. ഒന്നാമത്തത് പ്രാരംഭ കൂദാശകൾ. അതെന്തൊക്കെയാണ്? മാമോദീസ, സ്ഥൈര്യലേപനം, പരിശുദ്ധ കുർബാന. കണ്ടോ? ഇത് തിരുസഭയുടെ മതബോധന ഗ്രന്ഥം. ഞാൻ ഈ സമയം ലാഭിക്കാൻ വേണ്ടി CCC എന്ന് പറയുള്ളൂ കേട്ടോ. മതബോധന ഗ്രന്ഥം CCC 1533. മാമോദീസയും സ്ഥൈര്യലേപനവും കുർബാനയും ക്രൈസ്തവ പ്രാരംഭ കൂദാശകളാണ്. അവ എല്ലാ ക്രിസ്തു ശിഷ്യന്മാരുടെയും പൊതുവായ വിളിക്ക് അടിസ്ഥാനമായി നിലനിൽക്കുന്നു. വിശുദ്ധിക്കും ലോകത്തെ സുവിശേഷവൽക്കരിക്കാനുമുള്ള ദൗത്യത്തിന് വേണ്ടിയുള്ള വിളിയാണത്. എന്താണ്? ക്രൈസ്തവ കോമൺ ആയിട്ട് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കല്യാണം കഴിക്കുന്നവരെയും പൊതുവായിട്ട് പറയുകയാണ്, വിശുദ്ധിക്കും ലോകത്തെ സുവിശേഷവൽക്കരിക്കാനുമുള്ള വിളിയാണത്. കണ്ടോ?
അപ്പോൾ വൈദികരെ പോലെ തന്നെ സന്യസ്തരെ പോലെ തന്നെ വിവാഹിതരും വിശുദ്ധരായി ജീവിക്കണം. വിവാഹിതരും സന്യസ്തരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നത് പോലെ വിവാഹിതരും കുടുംബജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾക്ക് പുറമേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കഠിനാധ്വാനിക്കും. ഇതാ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധിക്കും ലോകത്തെ സുവിശേഷവൽക്കരിക്കാനുമുള്ള ദൗത്യത്തിന് വേണ്ടിയുള്ള വിളിയാണത് ക്രൈസ്തവ വിളി. ഇനി പറയാണ്, മറ്റു രണ്ട് കൂദാശകളായ തിരുപ്പട്ടവും വിവാഹവും മറ്റുള്ളവരുടെ രക്ഷയെ മുൻനിർത്തിയുള്ളതാണ്. കർത്താവേ, നിങ്ങളെല്ലാവരും എതിർക്കാതെ പൗരോഹിത്യം മറ്റുള്ളവരുടെ രക്ഷയെ മുൻനിർത്തിയുള്ള കൂദാശയാണ്. നിങ്ങൾ ആരും തർക്കിക്കുക, എനിക്കറിയാം. പക്ഷേ സഭ പഠിപ്പിക്കുന്നത് കണ്ടോ? അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റു രണ്ട് കൂദാശകളായ തിരുപ്പട്ടവും വിവാഹവും, ഒറ്റ ശ്വാസത്തിലാണ് പറയുന്നത്. തിരുപ്പട്ടവും വിവാഹവും മറ്റുള്ളവരുടെ രക്ഷയെ മുൻനിർത്തിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഭർത്താവ് വിവാഹവിളിയിലേക്ക് വന്നിരിക്കുന്നത് ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി. ഭാര്യ വിവാഹമെന്ന ശ്രേഷ്ഠമായ കമ്മിറ്റ്മെന്റിലേക്ക് വന്നിരിക്കുന്നത് ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി. ഭർത്താവും ഭാര്യയും കൂടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി. ഇത്ര ആയി കഴിയുമ്പോൾ അപ്പനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ച് മനുഷ്യകുലത്തെ രക്ഷിക്കണം. അപ്പം ഉത്തരവാദിത്വം കൂടുതൽ ആർക്കാ? ഞങ്ങൾക്ക് മൊത്തത്തിലും രക്ഷിച്ചാൽ മതി, കാടച്ചങ്ങോട്ട് രക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് അങ്ങനെയില്ല. ഭാര്യ ഉറപ്പ് വരുത്തണം തൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടുവെന്ന്. ഭർത്താവ് 100% ഉറപ്പ് വരുത്തണം തൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടുവെന്ന്. അപ്പനും അമ്മയും 100% ഉറപ്പ് വരുത്തണം തങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെട്ടുവെന്ന്. വലിയ പ്രശ്നമായില്ലേ? അമേരിക്കയുടെ സ്വഭാവം എന്നാ? 14-15 ദിവസത്തിൽ പിള്ളേരെ വളർത്തി പഠിപ്പിച്ച് ഇനി അവരെ ഇഷ്ടംപോലെ ചെയ്യട്ടെ, നമുക്ക് എന്നാ കാര്യം? അവർ അപ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും ഇപ്പോൾ താമസിക്കട്ടെ, അവർ വർക്ക് ചെയ്യട്ടെ, നമുക്കെന്ത് കാര്യം? നോ. യു വിൽ നോട്ട് എൻറ്റർ ഇൻ ടു ഇറ്റേണൽ ലൈഫ്. കണ്ടോ സഭയത്തെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന നോക്കിയേ. തിരുപ്പട്ടവും വിവാഹവും മറ്റുള്ളവർ രക്ഷയെ മുൻനിർത്തിയുള്ളതാണ്. ഈ പറയുന്നത് കേട്ടോളേ, വ്യക്തിപരമായ രക്ഷയ്ക്ക് കൂടി അവ ഉതകുന്നുവെങ്കിൽ, വ്യക്തിപരമായ രക്ഷയ്ക്ക് വേണ്ടി കൂടി അവ ഉതകുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയിലൂടെയാണത് സാധ്യമാകുന്നത്. തീർച്ചയായിട്ടും ഒരു ഭാര്യയും ഭർത്താവും ക്രിസ്തീയമായി ജീവിക്കുമ്പോൾ വ്യക്തിപരമായ രക്ഷ സാധ്യമാകുന്നുണ്ട്. പക്ഷേ സഭ പഠിപ്പിക്കുന്നത് അത് നേരിട്ടല്ല. കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മൂലം, പരിഹാരം മൂലം, പ്രാർത്ഥന മൂലമാണ് വ്യക്തിപരമായ രക്ഷ സാധ്യമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഭാര്യ അപകടത്തിലാണെന്നർത്ഥം. ഭാര്യ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഭർത്താവിന് സ്ഥിതിയും അപകടത്തിലാണ്. മക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നില്ലെങ്കിൽ വളരെ പ്രതിസന്ധിയിലാകും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടത് ഇത് അടുത്ത് വരണ്ടായിരുന്നു. പ്രിയപ്പെട്ട നമ്മുടെ കർത്താവ് കാരുണ്യത്തിൻ്റെ കർത്താവാണ് അല്ലേ? നമ്മളോടെല്ലാം ഐഡിയലായി പറഞ്ഞു തരികയാണ്. ഐഡിയൽ ആയിട്ടുള്ളതെല്ലാം പറഞ്ഞു തരികയാണ്. എന്നിട്ട് കർത്താവിനുള്ള സഹായം കൂടെ തന്നോളൂ, പേടിക്കണ്ട. നമുക്ക് പറ്റാത്തത് ഒന്നും കർത്താവ് ഡിമാൻഡ് ചെയ്യൽ ഒരിക്കലും. നമുക്ക് പറ്റുന്നത് മതി. പക്ഷേ നമ്മൾ അത് പറ്റുന്നത് ചെയ്യണം. അതാണ് മദർ തെരേസ പറയുന്നത്, നീ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, നീ ആത്മാർത്ഥത കാണിച്ചോ എന്നുള്ളത് മാത്രം. ഇനി 1535 ഖണ്ഡികയിൽ പറയുന്നത് കേൾക്കുക. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും എല്ലാ വിശ്വാസികളെയും പൊതു പൗരോഹിത്യത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടവർക്ക്, അതായത് മാമോദീസ വഴി തന്നെ എല്ലാവരും പുരോഹിതരായി. മാമോദീസ വഴി തന്നെ എല്ലാവരും പുരോഹിതരായി, പൊതു പൗരോഹിത്യം.
പ്രത്യേക സമർപ്പണങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അതാണ് സിസ്റ്റർമാർ ഒരു പ്രത്യേക സമർപ്പണം സ്വീകരിച്ചത്, ഞങ്ങളും വേറൊരു സമർപ്പണം സ്വീകരിച്ചത്, നിങ്ങളും വേറൊരു സമർപ്പണം സ്വീകരിച്ചിരിക്കുക. കണ്ടോ, മാമോദീസ വഴി നമ്മളെല്ലാവരും പൊതു പുരോഹിതരാണ്. അങ്ങനെ പൊതു പുരോഹിതരായ നമുക്ക് 3 തരത്തിലുള്ള സമർപ്പണം സ്വീകരിക്കാൻ പറ്റും സാധാരണഗതിയിൽ. അല്ലാതെ ഉണ്ട് കേട്ടോ, ഏകാവസ്ഥ വേറെ ഉണ്ട്: വിവാഹ ജീവിതം, പൗരോഹിത്യ ജീവിതം, സന്യാസ ജീവിതം. തിരുപ്പട്ട കൂദാശ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനവും കൃപയും കൊണ്ട് സഭയെ മേയ്ക്കുന്നതിന് പ്രതിഷ്ഠിക്കപ്പെടുക. കാരണം അവർക്ക് പ്രതിഷ്ഠിക്കപ്പെടുക, കോൺസെക്രേറ്റഡ്. പുരോഹിതൻ എന്തിനാ കോൺസെക്രേറ്റ് ചെയ്യപ്പെടുന്നത്? ദൈവവചനവും കൃപയും കൊണ്ട് സഭാംഗങ്ങളെ മേയ്ക്കാൻ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഇനി നിങ്ങളും പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട്. ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു വായിച്ചപ്പോഴേക്കും. ദാമ്പത്യത്തിൻ്റെ കടമകൾ നിർവഹിക്കുവാനും അതിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കാനും ഒരു വിധത്തിൽ ക്രൈസ്തവ ദമ്പതിമാരും പ്രതിഷ്ഠിക്കപ്പെടുന്നു. ദാറ്റ് മീൻസ് you are consecrated and set apart by the Lord God to save your entire family and to save yourself. ഇതൊരു മഹോന്നതമായ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിവാഹം എന്ന ഈ വിശുദ്ധ കൂദാശ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ പ്രിൻസിപ്പിൾ എന്താണെന്നറിയോ? സ്നേഹമാണ്. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെപ്പറ്റി സവിസ്തരം വിവരിച്ച ശേഷം എഴുതുകയാണ്: പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരങ്ങളെക്കാളും ശ്രേഷ്ഠം സ്നേഹമാണെന്ന് പറയുകയാണ്. 1 കൊരിന്ത്യർ 14:1. 13-ാം അധ്യായം 12-ാം അധ്യായം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ഉന്നത വരങ്ങളെപ്പറ്റിയുള്ള വിശദീകരണമാണ്. അത് കഴിഞ്ഞ് 13-ാം അധ്യായം മുഴുവനും സ്നേഹത്തെ പറ്റിയാണ്. അത് അവസാനിക്കുന്നത് 14-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരുടെ ജീവിതം വിജയിച്ചോ ഇല്ലയെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? മക്കളുണ്ടായോ ഇല്ലയോ നോക്കിയാൽ പോരാ. ചിലർ പറയും, കല്യാണം കഴിച്ച മക്കളുണ്ടായില്ല, ഒരു കുഴപ്പമില്ല, മക്കളുണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മളായിട്ടുണ്ടാകാൻ തടസ്സപ്പെടുത്തരുത്. കല്യാണം കഴിച്ചവരുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടോ തീരുമാനം കൊണ്ടോ മക്കൾ തടസ്സപ്പെടുത്താൻ പാടില്ല. ഉണ്ടായിരുന്നത് ഒരു കുഴപ്പമില്ല. വിവാഹ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്താ? സ്നേഹം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഔസേപ്പ് പുണ്യാളുടെ മാതാവ് എന്നെ കല്യാണം ശരിയായില്ലാണായിരുന്നോ? അവർക്ക് ഒരിക്കലും ദാമ്പത്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? പറഞ്ഞേ കപ്പ്യാഴ്ചത്തിന് പറ. ഔസേപ്പ് പിതാവ് മാതാവും കല്യാണം കഴിച്ച് എല്ലാ കാര്യവും ഉണ്ടായ ഒരു തവണ പോലും ദാമ്പത്യം നടത്തിയിട്ടില്ല. പിന്നെ അതിനെങ്ങനെ കല്യാണം എന്ന് പറയുന്നത്? നമ്മൾ പറയാറുണ്ട് കൺസ്യൂമേറ്റഡ് മാരേജ്. ഈ വിവാഹമോചനത്തിന് അല്ലെങ്കിൽ വിവാഹം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അനൾമെൻറ്റിന് വേണ്ടി സഭ അന്വേഷിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് വാസ് ഇറ്റ് എ കൺസ്യൂമേറ്റഡ് മാരേജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു തവണയെങ്കിലും ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്നോ നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാരണം ഒരു ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ദിവസം താമസിച്ചാൽ പിന്നെ അത് കൺസ്യൂമേറ്റഡ് മാരേജായി. പിതാവും മാതാവും തമ്മിൽ സഹവസിച്ചിട്ടില്ലെന്ന് വേദവസ്തു എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ വിവാഹജീവിതമാകുമോ? നമ്മൾ പ്രാർത്ഥിക്കാൻ, കർത്താവേ തിരു കുടുംബത്തിന് ഞങ്ങളുടെ കുടുംബത്തെ ആക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തു പറയണം? ഭൂമിയിലേക്ക് വെച്ച ഏറ്റവും മാതൃകപരം കുടുംബമാണ് മാതാവിൻ്റെ പിതാവിൻ്റെ. കാരണം എന്താ? ശാരീരിക ബന്ധം പുലർത്തുക എന്നുള്ളത് ഒരു സെക്കൻഡറി കാര്യമാണ്. പരമപ്രധാനമായ ഒരു എന്താ? സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനം, പല പ്രകാശനങ്ങളുണ്ട് സ്നേഹത്തിൻ്റെ. അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പല പ്രകാശനങ്ങൾ. ഒന്ന് മാത്രമാണ് ലൈംഗികത. അത് ശ്രേഷ്ഠവുമാണ് കേട്ടോ, ശ്രേഷ്ഠവുമാണ്. പക്ഷേ അതില്ല എങ്കിലും പൂർണ്ണ വൈവാഹികവും ഉണ്ടാകും. കാരണം എന്താ? സ്നേഹം.
ദൈവശാസ്ത്രമേളയിൽ വലിയ തർക്കം ഉണ്ടായ വിഷയം ഔസേപ്പിതാവും മാതാവും തമ്മിലെ കല്യാണം ശരിയായ കല്യാണമാണോ? അതിന് വിവാഹബന്ധം ഉണ്ടായിട്ടില്ലല്ലോ. എന്താണ് വിവാഹബന്ധം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പൗലോസിയുടെ ഈ മത്തായി 19 വായിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, അവർ മേലാൽ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ഇപ്പൊ ചിലർ പള്ളി തന്നുകൊണ്ട് അല്ല ഒറ്റ ശരീരമാകെന്ന് പറഞ്ഞ സെക്സാന്ന ആൾക്കാർ ധാരണ. അങ്ങനെ അല്ലെന്നാ പൗലോസിലെ പറഞ്ഞത്. അത് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണില്ല, ഞാൻ എടുത്ത് വായിക്കാൻ പോകണം വീണ്ടും. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനും വിട്ട് ഭാര്യയോട് ചേർന്ന് അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. കണ്ടോ, ആ യൂണിയന്റെ ഡെപ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു പദമാണ് ഒറ്റ ശരീരം. കാരണം ഈ ശരീരത്തെ ഏതെങ്കിലും മുറിച്ച് കളയാൻ പറ്റുമോ? മുറിച്ച് കളയാൻ പറ്റില്ല. ഒരു ശരീരത്തിൽ നിന്നൊന്നും മുറിച്ച് കളയാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, വേർപെടുത്താൻ പറ്റില്ല. അപ്പൊ ആ വേർപെടുത്താനാവാത്ത ദൈവസ്ഥാപിതമായ ഐക്യം ആണ് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നതാണ് ഏകശരീരം. ഈ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് അതാണ് ഇതിന് പ്രത്യേകത. നമ്മൾ ഈ ഐക്യത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ കരണക്കുറ്റിക്ക് അടിക്കുന്ന പോലെ ഇരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞ് പരസ്പരം കലഹിക്കുമ്പോഴും ഭിന്നിക്കുമ്പോഴും ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുമ്പോഴും അവർ കർത്താവിൻ്റെ മുഖത്ത് തുപ്പുകയാണ് ചെയ്യുന്നത്. കർത്താവിനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഭാര്യയും ഭർത്താവും ചിന്തിച്ചു നോക്കട്ടെ, അവർ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന തരത്തിലാണ് ജീവിക്കുന്നത്. കർത്താവിനെ പ്രസാദിപ്പിക്കുക എങ്ങനെ അറിയോ? ഏറ്റവും പ്രധാനമായിട്ട് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ സ്നേഹം എന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രത്യേകതയാണുള്ളത്? വ്യഭിചാരികളും കൊള്ളക്കാരും അങ്ങനെ ചെയ്യുന്നില്ലെന്ന് ഈശോ ചോദിക്കുന്നത്. എന്തൊരു ന്യായമായ ചോദ്യം. അപ്പൊ സ്നേഹം, യഥാർത്ഥമായ സ്നേഹം, പ്രത്യേകിച്ച് ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയോടെ എന്താണെന്നറിയാവോ? ഇങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റാത്തവരെ സ്നേഹിക്കില്ല. ഇങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റാത്ത ഭാര്യയെ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റാത്ത ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ആരംഭകാലത്തുണ്ടായ സംഭവം ഞാൻ പറയാം. 96 അവിടെ ധ്യാനങ്ങൾ സ്ഥിരമായിട്ട് ആരംഭിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ വെള്ളക്കെട്ടുകളായിരുന്നു. അവിടെ സ്ഥലം തന്നെ ഇല്ലായിരുന്നു. നികത്തിയ കണ്ടത്തിനിടയ്ക്ക് ഒരു ചെറിയൊരു ഇതുണ്ടാക്കിയ. അപ്പോൾ ആദ്യത്തെ ധ്യാനം നടത്താൻ വേണ്ടി ഒരു ഷെഡ് പണിതപ്പോൾ, ഒരു ഷെഡിലാണ് അവിടെ നിന്ന് ആദ്യത്തെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷൻ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് ഭ്രാന്തന്മാർ പറയുന്ന പോലെ ചില ചോദ്യങ്ങൾ ചോദിക്കുക ക്ലാസ്സിനിടയ്ക്ക്. അപ്പോൾ ആദ്യത്തെ ധ്യാന കാരണം ഞാൻ പോട്ടെ ക്ഷമിച്ച് നിൽക്കുക. ഇവിടെ ഇവനും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കലി വരുന്നു. അതുപോലെ ചോദ്യങ്ങളെ ചോദിക്കുന്നു. ഇവൻ്റെ ഭാര്യ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അവൻ ചോദിക്കുന്ന ചോദ്യവും എൻ്റെ മുഖഭാവമൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല. 2ാമത്തെ ദിവസം അവൻ ഇതിനേക്കാൾ മോശമായി ചോദ്യങ്ങൾ ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഭാര്യ ഓടി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, അപ്പോൾ ഞാൻ ഒരു ഇടവകെന്നാണ് ധ്യാനകേന്ദ്രത്തേക്ക് വരുന്നത് 96. ആ ഇടവകയിലെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ മാതൃകപരമായ ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരായ ദമ്പതികൾ, അവിടുത്തെ ആ പെങ്കൊച്ചിൻ്റെ അനുജത്തിയായി ഇവള്. അപ്പം അവൾ ചേച്ചി പറഞ്ഞയച്ചാൽ ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി. ഇവിടെ കുടുംബ പ്രശ്നമുള്ളതുകൊണ്ട് ഇവള് പറയുകയാണ്, അച്ഛാ, അതെൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവിന് ഭ്രാന്താണെന്ന് പറഞ്ഞു. അമ്മ എത്ര ആളെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു കൊല്ലം അവറ്റായെന്ന് പറഞ്ഞു. ഭ്രാന്താന്ന് ഏറ്റവും പറയാം, ഭ്രാന്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കല്യാണം കഴിച്ച ഈ വിരുന്നിന് പോവുകയല്ലേ, വിരുന്നിന് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ പാതിരാത്രിയൊക്കെ ആകുമ്പോൾ വല്ല ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് ഇവനെ കാണിയല്ലോ, ഓടിക്കളയും. പലപ്പോഴും പോലീസ് തപ്പിപ്പിടിച്ച് അവനെ കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നേ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ദാമ്പത്യബന്ധം നടത്തരുത്, നടത്തിയാൽ ഉണ്ടാകുന്ന കുഞ്ഞ് മുഴു പ്രാന്തായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദാമ്പത്യബന്ധമില്ല, ഭാര്യാഭർത്തൃ അവകാശമില്ല, മുഴു പ്രാന്തൻ. പിന്നെ കുടുംബം വീതിച്ചപ്പോൾ അപ്പനും അമ്മ എന്ത് ചെയ്തു? അവരും പാര വെച്ചു. ഇവന് കാടും പെടലയും പിടിച്ച ഒരു വലിയ കുളമുള്ള സ്ഥലം എഴുതി വെച്ചു. വീടും നല്ല പരേടവും ഇളയ മകനും എഴുതി വെച്ചു. ഈ പെങ്കൊച്ച് വടക്കേൻ്റെ നേഴ്സായിരുന്നു, നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു. അന്നത്തെ കാലത്ത് അവർക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ഇപ്പോൾ ജനിച്ചു വീണ കുഞ്ഞിനെ നോക്കുന്ന പോലെ ഭർത്താവിനെ രാവും പകലും കണ്ണിൽ അന്വേഷിച്ച് നോക്കിയില്ലെങ്കിൽ പ്രാർത്ഥനാകാരം വല്ലയിടത്തൊക്കെ ഇറങ്ങിപ്പോവില്ല, പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ജോലി പോയി, വരുമാനമില്ല,
ഭാര്യ എന്ന നിലയ്ക്കുള്ള അവകാശമില്ല, താമസിക്കാൻ വീടുമില്ല, വരുമാനത്തിനൊന്നും മാർഗവുമില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനങ്ങനെ ചോദിക്കാൻ പാടുണ്ടായില്ലെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്. അല്ല, അങ്ങനെ ഒരു പ്രൊഫഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, ഇവന് ഭ്രാന്ത് ഉണ്ടായിരുന്നു എന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തെളിവെന്ന് ചോദിച്ചു. 7ാമത്തെ ക്ലാസ്സിൽ ഇയാൾ പഠിക്കുന്ന കാലത്ത് മുതൽ മാനസിക രോഗത്തിന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതിന് എൻ്റെ കടലാസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചത്, എന്നാൽ സഭയിൽ നിന്ന് അനൾമെൻറ്റിന് ശ്രമിച്ചുകൂടെ? ഞാനിത് പറഞ്ഞപ്പോൾ ആ പെണ്ണം കൂടി ചാടി എഴുന്നേറ്റ് എന്നെ അടിച്ചില്ലെന്ന് മാത്രം. ഇങ്ങനെ ഇരുന്ന പെൺകുട്ടി സിംഹത്തെ പോലെ അങ്ങ് ചാടാൻ തുടങ്ങി. അച്ഛൻ എന്തായി പറഞ്ഞത് എൻ്റെ ചോദിക്കണേ? അച്ഛൻ എന്തായി പറയുന്നത്? എൻ്റെ കർത്താവ് വിവാഹമെന്ന കൂദാശ വഴി എന്നെ ഏൽപ്പിച്ച ഇയാൾ ഉപേക്ഷിക്കാനോ? ഇത് പറയുമ്പോൾ എൻ്റെ മേലൊക്കെ പൂത്ത്. വിവാഹത്തെ വരെയുള്ള ദൈവശാസ്ത്രമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇവളെ എന്നെ പഠിപ്പിച്ച ശരിക്കും. ഇവൾ പറഞ്ഞതാ, അച്ഛോ ഭർത്താവിൽ നിന്ന് എനിക്ക് യാതൊരു ആനുകൂല്യവുമില്ല, വേണ്ട, എനിക്ക് ആവശ്യമില്ല. എന്നെ കർത്താവ് ഭരമേൽപ്പിച്ചൊരു ദൗത്യം എന്നറിയാവോ? ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ സ്നേഹിക്കുക. ഞാൻ മരിച്ചാലും ചിന്തിക്കുക പോലുമില്ല ഇയാളെ ഒഴിവാക്കാൻ. നമ്മൾ ഒരു വിശുദ്ധയായിട്ട് നമുക്ക് പ്രഖ്യാപിച്ചാൽ എന്താ പറഞ്ഞത് തന്നെ അല്ലേ? വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ വേണ്ടേ? അപ്പം അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞാൽ എല്ലാവരും പോകുമല്ലോ, നമ്മൾ പിന്നെ അത് ശ്രദ്ധിക്കാൻ പോകേണ്ടത്. ധ്യാനം കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞ് 25 കൊല്ലത്തിന് ശേഷം ഇവളുടെ ചേച്ചിയുടെ ഇടവക, ഞാനിരുന്ന ഇടവക, അവിടെ ഞങ്ങൾ പണ്ടൊരു ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. 25ാമത്തെ വാർഷികം ആയതുകൊണ്ട് ആ പ്രാവശ്യം 24 കൊല്ലമായപ്പോൾ ആ കൺവെൻഷൻ നയിക്കാൻ എന്നെ വിളിച്ചു. ഞാനവിടെ ചെന്നപ്പം ഇവിടെ ചേച്ചി അവിടെ പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് വോളണ്ടിയറായിട്ട് ഓടി നടപ്പുണ്ട് കൺവെൻഷന്. ഞാൻ വിളിച്ച്, വത്സാന്ന് അവളുടെ പേര്. ചോദിച്ചു, നിൻ്റെ അനിയത്തി ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, അവൾ പറഞ്ഞ കേട്ട് വിശ്വസിക്കുക. അവൾ പറയാണ്, അച്ഛാ അവർക്കിപ്പോൾ 4 മക്കളുണ്ട്, അവൻ്റെ ഭ്രാന്ത് മാറി, ഒരു കുഞ്ഞുണ്ടായാൽ ഭ്രാന്തുണ്ടാകും, 4 മക്കൾ മുൻമുണ്ടുക്കന്മാരായിട്ട് പോകുന്നു. എന്നിട്ട് അവൾ പറയാ, എൻ്റെ കുടുംബത്തെക്കാളും മനോഹരമായിട്ട് അവർ ജീവിക്കുന്നു. കണ്ടോ? ആ ഭാര്യയുടെ ക്ഷമാപൂർണമായ കാത്തിരിപ്പ് കർത്താവ് ബഹുമാനിക്കുന്നുണ്ടോ? ആണ് കർത്താവ്. നമ്മൾ സ്നേഹത്തിൽ നിന്ന് മാറിയ കർത്താവിൻ്റെ ചങ്കുത വരും. കർത്താവ് ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടിയാ? നിയമം പൂർത്തിയാക്കാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന അതിനർത്ഥം, ഒരേ ഒരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കണം. അത് മാത്രമാണ് നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്നുള്ളതിൻ്റെ യഥാർത്ഥമായ പ്രൂഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ എന്ത് എളുപ്പമാണ്. പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെ ചെയ്യുന്നില്ലേ? പട്ടിയും പൂച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ പട്ടിയും പൂച്ചയോളം നിലവാരം താന്നവരാണോ? നമ്മളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്നതല്ലേ യഥാർത്ഥമായ സ്നേഹം? അല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവ വൈകല്യങ്ങളുള്ള പങ്കാളിയെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്നേഹിക്കുന്നതല്ലേ യഥാർത്ഥ വിവാഹ ജീവിതം? അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ വിശുദ്ധരാകാതിരിക്കും? ഇന്ന് മക്കളെപ്പറ്റി നമ്മൾ മോങ്ങനുണ്ട്, കരയനുണ്ട്. അടിസ്ഥാന കാരണം, നിങ്ങൾക്ക് കുറ്റവാദം വർദ്ധിപ്പിക്കാൻ ഞാൻ പറയുകയല്ല, അടിസ്ഥാന കാരണം ദൈവം അവിടെ ഇല്ലായിരുന്നുവെന്നാണ്. വീട്ടിൽ ദൈവം എവിടെ ഉണ്ടാവുള്ളൂ? പറഞ്ഞേ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞ കൈ കൊടുത്ത് പിടിച്ചാൽ പോരാ. ഒരുമിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഹൃദയത്തിൽ ഒന്നാവുക, ലക്ഷ്യത്തിൽ ഒന്നാവുക, മനോഭാവത്തിൽ ഒന്നാവുക. അവിടെ അത് ദേവാലയമായിരിക്കും. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഭവന സന്ദർശനമൊക്കെ ചെല്ലുമ്പോൾ ചില വീടുകൾ കാലുകുത്തുമ്പോൾ ദേവാലയമാണെന്നൊരു ഫീലിംഗ് വരും നമുക്ക്. ചിലയിടത്ത് ചെല്ലുമ്പോൾ നരകാണെന്നും മനസ്സിലാകും. അത് ഇതുപോലെ അത്താരം ബലിപീഠം ഉള്ളതുകൊണ്ടല്ല. ചില വീട്ടിൽ പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല.
കുറെ കാശ് മുടക്കാമെന്ന് മാത്രം. അല്ല ചോ, ഇത് ഞങ്ങളൊരു ചാപ്പലാക്കി നല്ല കാര്യം, പക്ഷെ പരസ്പരം അടിയാ. ചാപ്പലും കീപ്പലും ഒന്നും വേണ്ട, രണ്ടുപേരും കൂടെ എപ്പോഴും സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ കർത്താവിന് ഇരിക്കപ്രതി ഉണ്ടാകില്ല സ്വർഗത്തെ ഇങ്ങോട്ട് പോരും ഇറങ്ങി. കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞു പോയില്ലേ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തവരുടെ മധ്യേ ഞാനുണ്ടാകും, ആണായിട്ട് പറഞ്ഞേക്കുക. അതുകൊണ്ടല്ലേ കത്തോലിക്ക ക്രൈസ്തവ കുടുംബങ്ങളെ തിരുസഭ വിളിച്ചത് ഡൊമസ്റ്റിക് ചേർച്ച്, ഗാർഹിക സഭ. അല്ല, നിങ്ങളുടെ വീട്ടിൽ ഈശോയുടെ വലിയ പോട്ടം. പിന്നെ പണ്ടൊക്കെ സ്റ്റാച്ചു ഒക്കെ പള്ളി മാത്രമേ പാടുള്ളൂ. ഇപ്പം എല്ലാ വീട്ടിലും മുട്ടൻ സ്റ്റാച്ചുവാ മാതാവിൻ്റെ. ഓൺലൈൻ മേടിക്കുകയല്ലേ, ഔസേപ്പുണ്യാളിൻ്റെ മാതാവ് പള്ളിയാണെന്ന് തോന്നിപ്പോവും. ഒരു കാര്യവുമില്ല, കാശ് ചിലവാക്കാന്ന് മാത്രം. പ്രതിമകൾ സ്ഥാപിച്ചത് കൊണ്ട്, തിരുസ്വരൂപം കൊണ്ട് മുറി അലങ്കരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലയാകിയത്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത്, ഇത് കരിസ്മാറ്റിക് പ്രയർ മീറ്റിംഗ് പറയുന്ന വാക്കാ, എനിക്ക് ഇഷ്ടപ്പെടാറുള്ളത് പറയും. കാര്യം എന്ന് വെച്ചാൽ കരിസ്മാറ്റിക് പ്രാർത്ഥന ഗ്രൂപ്പ് ഉള്ളവർ ഒരുമിച്ച് കൂടൽ ഒരു ഓർഗാനിക് ഒരുമിച്ച് കൂടലല്ല, അത് ഒരു മാനുവലായ ഒരുമിച്ച് കൂടില്ല. അങ്ങനെയല്ല, മാനുവൽ എന്നല്ലേ പറഞ്ഞാൽ, കൃത്യമായി ചെയ്യുന്നില്ലേ, അങ്ങനെ വാക്കില്ലേ. ഓർഗാനിക് ഒരുമിച്ച് കൂടില്ല. എവിടെയാ? വിവാഹം എന്ന കൂദാശ വഴിയാ. വിവാഹം എന്ന കൂദാശ വഴിയുള്ള ഐക്യം സ്വാഭാവികമായ ഐക്യമാണ്. അപ്പോൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യം ഉണ്ടാകുന്ന ആ വാക്കിന് ഏറ്റവും കൃത്യമായ അർത്ഥം കുടുംബത്തെ പറ്റി തന്നെയാണ്. അല്ലാതെ അതിൻ്റെ ഒരു സെക്കൻഡറി മീനിങ് കൊടുക്കാം, പക്ഷേ പ്രൈമറി മീനിങ് വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരായ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തെ പറ്റി തന്നെയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇനി സ്നേഹം ഉണ്ടോ നമുക്ക് നോക്കാം അല്ലേ, ഒന്ന് പരിശോധിക്കണ്ടേ അല്ലേ? ആ സ്നേഹം നമുക്ക് ഇപ്പം നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ ബ്ലഡ് ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന ആൾ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല അച്ചോ, നമ്മൾ സമ്മതിക്കത്തില്ല അല്ലേ? എന്ത് ചെയ്യണം? ബ്ലഡ് സാമ്പിൾ എടുത്ത് മൈക്രോസ്കോപ്പ് അടിയിലോട്ട് അങ്ങ് ഒഴിക്കണം, കൃത്യം ഉത്തരം കിട്ടും. അതുപോലെ ഒരു മൈക്രോസ്കോപ്പിക് പരിശോധന നടത്തണം സ്നേഹം ഉണ്ടെന്നുള്ളത്. എങ്ങനെയാണ്? ടെസ്റ്റ് പറഞ്ഞുതരാം, എഴുതിക്കുമല്ലോ ടെസ്റ്റ് വേണമെങ്കിൽ. നിങ്ങൾക്കറിയാവുന്ന ടെസ്റ്റാണ്. 1 Corinthians 13:4 സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയ ഉള്ളതുമാണ്. ഭർത്താവിനോ ഭാര്യയ്ക്ക് വീഴ്ച വരുമ്പോൾ ഭയങ്കര ദയ. ഭർത്താവ് മദ്യപിച്ച എന്ന് വിചാരിക്കും, ഭാര്യ അയ്യോ പാവം ദൈവമേ, പാവത്തായി മദ്യപിക്കേണ്ടി വന്നല്ലോ, കഷ്ടമായി പോയി. ദയ. അല്ല, ഭാര്യ വേറെ ഏതെങ്കിലും ഒരു തെറ്റില്ലേ പോകാൻ, അയ്യോ പാവം എൻ്റെ ഭാര്യ, അതിന് പാവം ഭയങ്കര വീക്കാതിങ്ങനെ, ഭയങ്കര ദയ കേട്ടോ. സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. 5-ാം വാക്യം, അനുചിതമായി പെരുമാറുന്നില്ല, കോപിക്കുന്നില്ല. നമ്മുടെ വീട്ടിലെ ഏക നിയമം അതാ അല്ലേ? അല്ലേ? പട്ടിയും പൂച്ചയും പോലെ അത്ഭുതപ്പെട്ടു പോയിട്ട് എന്താ ഇത്രയും കുരയ്ക്കണമെന്ന്. പട്ടി വിചാരിച്ചാണ് കുരയ്ക്കൽ ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല, നിങ്ങൾ നമ്മൾ കുരയ്ക്കണ എന്തിനാണ് അല്ലേ? ഈ പൂച്ചയൊക്കെ കടിച്ചു കയറി കണ്ടല്ലോ, അതുപോലെ അവർ വിചാരിക്കും ദൈവമേ ഇത് കാടോ മറ്റാണോ, ഇത് വീടാണോ കാടാണോ, ഇവിടെ കുരയും കടിച്ചു കയറലൊക്കെയാണല്ലോ മൊത്തം ഉള്ളത്. കോപിക്കുന്നില്ല, ആരോടും വിദ്വേഷം പുലർത്തുന്നില്ല. പിന്നെ സകലതും ക്ഷമിക്കുന്നു. നമ്മൾ ചിലതൊക്കെ ക്ഷമിക്കും, ചിലത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതിനെ പറഞ്ഞ സകലതും ക്ഷമിക്കുന്നു. പിന്നെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം യഥാർത്ഥ സ്നേഹം നമുക്കുണ്ടോ എന്ന്. ഹല്ലേലൂയ. യേശുവേ നന്ദി.
നമുക്ക് കുടുംബത്തെ പറ്റിയുള്ള വിചിന്തനം അവസാനിപ്പിച്ചേ പറ്റൂ. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശുശ്രൂഷയല്ലേ ഇന്ന്. ഇതുമായിട്ട് പരസ്പരം ബന്ധമുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കാൻ പോവാണ്. ഒരു 2 വരി പാട്ട് പാടിയാൽ നമുക്ക് എഴുന്നേറ്റ് എല്ലാവരും കളഞ്ഞോ? അതിനിടയ്ക്കെന്ന് പറഞ്ഞോട്ടോ, ഒരു മിനിറ്റ്. ഇവർ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, മാതാവിൻ്റെ പ്രതിഷ്ഠയെപ്പറ്റി ഇപ്പോൾ ഒരുപാട് പ്രചരണമുള്ളൊരു കാലമാണ്. ഈ ശാലോം ടി വിയിലും ഷെക്കിന ടി വിയിലും എല്ലാ അടുത്ത കാലത്ത് ഓഗസ്റ്റ് 15 തീയതിയൊക്കെ വേണം മാതാവിൻ്റെ പ്രതിഷ്ഠയെപ്പറ്റി പറയുന്നുണ്ട്. ഈ മരിയൻ പ്രതിഷ്ഠയെപ്പറ്റി ഞാൻ ഒരു പെട്ടെന്നൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്നോട് വരാപ്പുഴ അതിരൂപതയിലൊരു വൈദികം എന്ന് പറഞ്ഞാണ്, ചെറിയ ഒരു കൊച്ചച്ഛൻ. ഓവർ സ്മാർട്ടാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെയോ മേലധികാരികൾ അദ്ദേഹത്തെ ഹയർ സ്റ്റഡീസിന് വിടാൻ പറ്റിയില്ല. എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം തന്നെ ഇരുന്ന് 2-3 മാസ്റ്റേഴ്സ് പഠിച്ചെടുത്തു ദൈവശാസ്ത്രത്തിൽ. പിന്നെ നോക്കിയ ബെനഡിക്ട് പാപ്പായുടെ ദൈവശാസ്ത്രം, അത് കടുകട്ടിയാണ്. യൂണിവേഴ്സിറ്റി പഠിച്ചാൽ പോലും മനസ്സിലാകാത്ത അദ്ദേഹം വിചാരിച്ചു ബെനഡിക്ട് പാപ്പായുടെ ദൈവശാസ്ത്രം സ്വയം പഠിക്കാം. ഒരു പ്രത്യേക വിഷയത്തിൽ പഠിച്ചു, ഒരു തീസിസ് എഴുതി. ബെനഡിക്ട് പാപ്പ ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് റിട്ടയർഡ് ലൈഫാണ്. അവിടെ ഒരു ആശ്രമത്തിൽ പ്രാർത്ഥനയിലും വിശ്രമത്തിലും കഴിയുക. എഴുത്തെഴുതുന്നില്ല, ഒന്നും വായിക്കുന്നില്ല. അപ്പോൾ ഈ അച്ഛനൊരു മോഹം, അദ്ദേഹത്തിൻ്റെ ഈ തീസിസ് ബെനഡിക്ട് പാപ്പ നേരിട്ടൊന്ന് വായിച്ച് അതിലെ മിസ്റ്റേക്കുകൾ തിരുത്തി തരണം. ഒരു ഉട്ടോപ്യൻ ഐഡിയ ആയ 8ാമത്തെ അത്ഭുതമായിട്ട് വരും ലോകത്തിൽ സംഭവിക്കുകയാണെങ്കിൽ. എങ്കിലും അങ്ങനത്തെ ആഗ്രഹം. അങ്ങനെ ഇരിക്കാതെ ഈ മാതാവിൻ്റെ പ്രതിഷ്ഠയുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ ഇടവിൽ പെൺകുട്ടി ചുറ്റൂർ ധ്യാനം കൂടാൻ വന്നപ്പോൾ അവൾക്കൊരെണ്ണം മേടിച്ച കൂട്ടത്തിൽ ഒരെണ്ണം അവൾ എക്സ്ട്രാ മേടിച്ച് വികാരിച്ചിട്ടുണ്ട്, സമ്മാനമായിട്ട് കൊടുത്തു. അച്ഛന്മാർ സാധാരണ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊള്ളാം, താങ്ക് യു, ഇനി സ്ഥലം മാറി പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഇവിടുന്ന് അവിടെ ഇരിക്കും, കാരണം തിരക്കല്ല എല്ലാവർക്കും. അവിടെ ഇരുന്നു. ഒരു ദിവസം അച്ഛൻ ഈ തീസിസ് പിതാവ് മാതാപ്പയ്ക്ക് അയച്ചു കൊടുത്ത ശേഷം അങ്ങ് നോക്കിയപ്പോൾ അതവിടെ എന്തോ ലൈറ്റ് ഇട്ട് കത്തിക്കുന്ന പോലെ തോന്നൽ പുള്ളിക്ക്. ഉടനെ എടുത്തു ഹി ഗ്രാബ് വായിക്കാൻ തുടങ്ങി. ഇത് 33 ദിവസത്തേക്കുള്ള ഒരുക്ക പ്രാർത്ഥനയാണ് മരിയൻ പ്രതിഷ്ഠയ്ക്കുള്ള. അദ്ദേഹം പറയുകയാണ്, അത് 1ാം ദിവസം വായിച്ചപ്പോൾ എനിക്ക് 2ാമത്തെ വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ 33 ദിവസം പൂർത്തിയാക്കിയതിൻ്റെ തലേ ദിവസം വത്തിക്കാൻ്റെ പേപ്പൽ സീൽ വെച്ച ഒരു വലിയ ലെറ്റർ, ഒരു കവർ എനിക്ക് കിട്ടി. എൻ്റെ കൈ വിറച്ചു. തുറന്നു നോക്കിയപ്പോൾ ബെനഡിക്ട് പാപ്പായുടെ വിറയ്ക്കുന്ന കരങ്ങൾ കൊണ്ട് അവിടെ ഇവിടെ എല്ലാം റിമാർക്ക് എഴുതി വെച്ചിരിക്കുന്നു. അച്ഛൻ അവിടെ കമന്ന് വീണെന്ന് പറഞ്ഞാൽ കരഞ്ഞെന്നാണ് പറഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞത്, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല, ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 100 കണക്ക് പേരാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ എഴുതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങണം എന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ശീലമായിപ്പോയി. അതുപോലെ സമ്മതിച്ചില്ല കർത്താവ്. രാത്രി ഉറക്കരുത്. 15 ദിവസം രാത്രിയിലും പോലെ ഉറക്കാതിന് എഴുതിപ്പിച്ചത്. ഇതിപ്പോൾ 1 ലക്ഷം കോപ്പിയിലധികം പ്രചരിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനിത് പ്രായമായി എനിക്ക് എഴുതുന്നതിനൊക്കെ പാടാ, ചുവന്നുകൊണ്ടാൻ പാടില്ല. ഞാൻ 50 എണ്ണം കൊണ്ടുവന്ന് ഇവിടെ ഉണ്ട്, പറയലുണ്ട്. വേറെ സത്യം ഇത് എത്താൻ പറ്റിയില്ല. ഇവിടുത്തെ ഇതിനകത്ത് വന്ന ശേഷമുള്ള ഇതിൻ്റെ അങ്ങോട്ടുള്ള അയക്കലൊക്കെ പക്ഷേ പറ്റിയത് നിങ്ങൾക്കാണ് ഭാഗ്യം എനിക്ക് തോന്നുന്നുണ്ട്. ഇതിവിടെ പുറകിലാണ്, നിങ്ങൾക്ക് വാങ്ങാം. ഇത് വെറുതെ വാങ്ങിച്ചാൽ പോരാ, ഇതിൽ സീരിയസ് ഒരു ഒരുക്കമാണ്. 33 ദിവസം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 100 പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇന്ന് കൗൺസിലിംഗ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. ഇവിടുന്ന് പോകാതിരുന്നാലും എന്ന് ചിന്തിച്ചു പോയി. സിസ്റ്റർ പറയുകയും ചച്ചൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തോരം മനുഷ്യരാണ്, എന്തോരം സങ്കടത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുകയാണ്, കർത്താവിൻ്റെ നാമത്തിൽ അനേക അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഈ മരിയൻ പ്രതിഷ്ഠ വിശ്വസ്തയോടെ നിങ്ങൾ ഈ ഡേറ്റൊന്നും നോക്കണ്ട. അതൊന്നും വലിയ കാര്യമില്ല. 15-ാം തീയതി തന്നെ നടത്തണം, എന്ത് കാര്യമായിരിക്കും. അതൊക്കെ ഒരു തരം പ്രോത്സാഹിപ്പിക്കാമെന്നല്ല, നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമില്ല. ഇപ്പോൾ സ്വർഗസ്വയം പിതാവ് കാലത്ത് തന്നെ എല്ലാം പാടുള്ളൂ, ഉച്ചകഴിഞ്ഞ് എല്ലാം പാടുന്നില്ല, ശരിയാവുമോ? നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാത്ത ഔപചാരികത്വം ദൈവവുമായുള്ള ബന്ധത്തെ കൊണ്ട് കലർത്തി എല്ലാം കുഴപ്പത്തിലാക്കുക. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചെയ്യണമല്ലത്, പക്ഷേ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് 33 ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് സ്ഥലത്തുള്ളവർ രണ്ടുപേരും കൂടെ മക്കളെ കൂടെ മക്കൾ വന്നൊന്നും വരും, സാരമില്ല, സമർപ്പിച്ച് 33 ദിവസം നടത്തിക്കോ. ഞാൻ വെറ്റുവെക്കാം, ഒരു മിറക്കൾ സംഭവിച്ചിരിക്കും. കാരണം വേറൊന്നുമില്ല, ഇവിടെ കർത്താവായ ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. ആ കൂട്ടത്തിൽ മാതാവ് കൊണ്ട് ഇടപെടും. നമ്മുടെ പാർട്ടിയാന്ന് പറയും. ഹല്ലേലൂയ. ആ പാടാം. മാതാവിനെ പറ്റി വേറൊരു പുസ്തകം, ഇന്നലെ ഞാൻ പറഞ്ഞ മഹോന്നതയായ പരിശുദ്ധ മറിയ ഒരു പുസ്തകമുണ്ട്. അത്
നിസ്സാരം കോപ്പിയേ ഉള്ളൂ. അത് മാതാവിനെ പറ്റി സഭ ഇന്നോളം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ അടങ്ങിയ പുസ്തകമാണ്. അതും ഏതാനും കോപ്പികളോടെ കണ്ടേക്കും. നിങ്ങൾക്ക് എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കാൻ പറ്റുന്നതായത്. നമുക്ക് എഴുന്നേറ്റൊരു പാട്ട് പാടാം, 2 വരി. ഇന്നത്തെ ആരാധന സമയത്ത് എല്ലാവരുടെ മേൽ കൈവപ്രാർത്ഥന നടത്തുന്നതാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. സ്നേഹം ധരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം ധരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം. സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഈശോനാഥനായി വാഴും കുടുംബം. വിവാഹ വിശുദ്ധ കൂദാശയുടെ പ്രസാദവരം ഉജ്ജ്വലിപ്പിക്കണമേ. സഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, വിവാഹ കൂദാശ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ച അതേ സ്നേഹം കൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ ഈ കൂദാശ ദമ്പതികൾക്ക് കൃപാവരം നൽകുന്നു. ഇതൊരു മഹോന്നതമായ ടീച്ചിങ്ങാണ്. നോക്കിയേ, ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? കുരിശിൽ തൻ്റെ ജീവൻ തൻ്റെ മണവാട്ടിയ സഭയ്ക്ക് വേണ്ടി ഹോമിച്ചുകൊണ്ടാണ്. സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ച അതേ സ്നേഹം കൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ വിവാഹമെന്ന കൂദാശ ദമ്പതികൾക്ക് കൃപാവരം നൽകുന്നു. തിരുപ്പട്ട കൂദാശ സ്വീകരിക്കുന്ന വ്യക്തിക്ക് മരണം വരെ ബ്രഹ്മചാരിയായി ജീവിക്കാൻ കൃപാവരം കൊടുക്കുന്ന പോലെ വിവാഹമെന്ന കൂദാശ സ്വീകരിച്ച എല്ലാവർക്കും ഈശോ സ്നേഹിച്ച പോലെ പരസ്പരം സ്നേഹിക്കാനുള്ള കൃപാവരം നൽകുന്നുവെന്ന് അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്. തുടർന്ന് പറയാണ്, ഇങ്ങനെ കൂദാശയുടെ കൃപാവരം ദമ്പതികളുടെ മാനുഷിക സ്നേഹത്തെ പൂർണ്ണമാക്കും. ഒരു പുരുഷനൊരു സ്ത്രീയോട് തോന്നുന്ന താല്പര്യം അത് മാനുഷിക സ്നേഹമാണ്. മറിച്ചു അതുകൊണ്ട് കാര്യമായില്ല, അത് കുറച്ച് ഫെയ്ഡ് ചെയ്ത് പോകും. അതുകൊണ്ട് പറയാണ്, ഇങ്ങനെ കൂദാശയുടെ കൃപാവരം ദമ്പതികളുടെ മാനുഷിക സ്നേഹത്തെ പൂർണ്ണമാക്കുകയും അവർ തമ്മിലുള്ള അവിഭാജ്യമായ ഐക്യത്തെ ശക്തിപ്പെടുത്തുകയും നിത്യജീവിതത്തിലേക്കുള്ള വഴിയിൽ അവരെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. ഇത് CCC 1661 ആണ്. നമുക്കറിയാം, എടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. എല്ലാവർക്കും ഇരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പ്രബോധനം ഞാൻ 15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളെ സമയം ഇന്ന് വെള്ളിയാഴ്ച വയ്യാലും കുഴപ്പമില്ലായിരിക്കും അല്ലേ? പ്രൈസ് ഇല്ല, എന്നാൽ പരമായി നോക്കാം. നമുക്ക് നമ്മൾ വിവാഹ കുടുംബത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാവുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ?
ഞാൻ അമേരിക്കയിലെ ചുരുക്കം ചില പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോയിട്ടുള്ളൂ. പക്ഷേ എല്ലായിടത്തും എനിക്ക് മനസ്സിലായത് മക്കളെ പറ്റിയുള്ള വേദനയാണ്. പ്രത്യേകിച്ച് ടീനേജിലേക്ക് വന്ന അല്ലെങ്കിൽ യങ് അഡൾട്ട് പ്രായത്തിലേക്ക് വന്ന, ഒരിക്കലും ഇവിടുത്തെ പിതാവ് തന്നെ ഇതേപ്പറ്റിയൊരു വേദന എന്നൊരു പേഴ്സണലായിട്ട് പങ്കിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് പ്രായപൂർത്തി കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ, പക്ഷേ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഒരുപാട് മാതാപിതാക്കളുടെ ചങ്ക് നുറുങ്ങി വേദനിക്കുകയാണ്. ഇവിടെ വന്ന ശേഷം തന്നെ ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ നാട്ടിൽ എൻ്റെ സഹോദരങ്ങൾ അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന ബന്ധവും സ്നേഹവും കാണുമ്പോൾ എനിക്ക് കണ്ണീര് വരികയാണ്. ഇവിടെ വന്ന് അവരൊക്കെ കൂടുതൽ ധനം സമ്പാദിക്കാൻ പറ്റിയെങ്കിലും കുടുംബ ബന്ധം ഇപ്പോൾ ഇവിടെ വന്നെന്നുള്ള തെറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിപാലനയിൽ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നു ഇവിടെ. പക്ഷെ മക്കളെ എങ്ങനെ ഉദ്ധരിക്കണം? നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന തത്വം നിങ്ങൾക്കറിയാലോ അല്ലേ? അതാണ് വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അത് ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് 42:10 ജോബിനെ കുത്തി നുറുക്കി തല്ലി കെടുത്താനായിട്ട് 3 കൂട്ടുകാർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോബ് എന്ത് ചെയ്തു? ജോബ് അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. 42:10 പറയാണ്, ജോബ് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു അച്ഛൻ കള്ളത്തരം പറയുകയെന്ന് വിചാരിക്കാൻ വേണ്ടി എടുത്ത് വായിക്കുന്നത്. ജോബ് 42:10 ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു, അതിരട്ടിയായി കൊടുത്തു. പലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അതാണ് ഈ കുഴപ്പം. അനുഗ്രഹം കിട്ടിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടെ നമുക്ക് കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. കാരണം അത് സ്വാർത്ഥത ഇല്ലെന്നുള്ളതാണ്. അത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായതുകൊണ്ടാണ്. നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കും, അത് സ്വാർത്ഥം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല അവിടെ ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കാൻ നമുക്ക് തീർച്ചയായും, പക്ഷേ അതിനേക്കാളും വാല്യൂ ഉള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മക്കളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും പുനരുദ്ധാരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ കടമയാണെങ്കിലും നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റ് യുവതി യുവാക്കൾ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് കർത്താവിന് കൂടുതൽ സ്വീകാര്യം. മറ്റ് യുവജനങ്ങളുടെ യങ് അഡൾട്ട്സിൻ്റെ ടീനേജേഴ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഈ 42:10 അനുസരിച്ച് കർത്താവ് നിങ്ങളെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും.